എന്തോ വീക്കെൻഡ് അല്ലേ? ആ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ? സ്പെഷ്യൽ ഉണ്ടാക്കാം. പൊതിച്ചോറുണ്ടാക്കിയാലോ? അത് പൊളിച്ചു. എന്തായാലും തോരണ്ടാക്കിട്ട് മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് സാമ്പാറൊക്കെ ആയിട്ട് പൊതിച്ചോറുണ്ടാക്കാം. ഓക്കെ. അടുത്ത ആഴ്ച ഓണം കൂടിയല്ലേ? ആ, ഇപ്പൊ ഓണം സീരീസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പാവയ്ക്ക തോരന് വേണ്ടിയിട്ട് ആദ്യം നല്ല പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് കത്തിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതൊന്ന് ഇങ്ങനെ മറിച്ചെടുക്കാം. ഇതൊന്ന് മറിച്ചെടുക്കാം. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി ഞാൻ മറിച്ചിടാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ഇത്രയും ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞിട്ട് ഒരുമാതിരി സ്മെല്ലുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മുളക് പൊടി. എന്നിട്ട് അതൊന്ന് ഇളക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയതുകൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഒരു എണ്ണയിലോട്ട് കുറച്ച് കടുക്, ഇച്ചിരി ജീരകം, ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് തേങ്ങയിൽ ജീരകവും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഇടാം. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ച് പാവയ്ക്ക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 2 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് വേവിക്കാം. അപ്പോൾ അതിൽ നല്ല മസാലയൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി. നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് അതിൽ ചൂട് ചോറിടാം. മുട്ട പൊരിച്ചത്, നമ്മുടെ ചമ്മന്തി, മാങ്ങാച്ചാറ്,
നമ്മുടെ മെയിൻ ഐറ്റം. പാവയ്ക്കാത്തോരൻ. ഇനി നമുക്കിതൊന്ന് പൊതിയാം. പൊതിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്ക് തുറന്ന് കഴിക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സാമ്പാർ വെച്ചിട്ടുണ്ട്. ഞാൻ സാമ്പാറിൻ്റെ ഇട്ട് മാറ്റിയിട്ട് സാമ്പാർ വയ്ക്കാം. മീൻ പൊരിച്ചത്, പാവയ്ക്കത്തോരൻ, ചെറിയൊരു കഷ്ണം ചമ്മന്തി കുറേശ്ശെ, ഒരു മുട്ടയുടെ പീസും കൂടെ വെച്ചിട്ട് അതിനകത്ത് കുഴച്ചിട്ട് ഒരു ഉരുള